നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിന് ഉത്തരവാദികളായ ബാങ്ക് പ്രസിഡന്റായിരുന്ന മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സണും ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM രംഗത്ത്. ITU ബാങ്കിലെ 400 കോടിയിലധികം രൂപയുടെ തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കണമെന്നും ജനവിശ്വാസം നഷ്ടപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ തലസ്ഥാനം രാജിവെക്കണമെന്നും CPIM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 6 മാസത്തേക്കെന്ന് പറഞ്ഞു തുടങ്ങിയ നിയന്ത്രണം 1 വർഷത്തേക്ക് നീട്ടിയിട്ടും ബാങ്കിന്റെ തകർച്ചയുടെ കാരണക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തയ്യാറാവാത്തത് ദുരൂഹമാണ്. കഴിഞ്ഞ 35 വർഷമായി ബാങ്ക് പ്രസിഡന്റായി പ്രവർത്തിച്ച MP ജാക്സണെതിരെ ഒരു പരാതി പോലും നൽകാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തയ്യാറായിട്ടില്ല. നിക്ഷേപകരുടെ സുരക്ഷയ്ക്കെന്ന പേരിൽ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടൽ യഥാർത്ഥത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കാനാണെന്ന് സംശയിക്കണം. RBIയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വായ്പകൾ നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ സ്ഥലം MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിലപാട് വ്യക്തമാക്കണമെന്നും VA മനോജ് കുമാർ ആവശ്യപ്പെട്ടു. ദുരിതത്തിലായ നിക്ഷേപകർ സ്ഥലം MP സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിട്ടുപോലും ഇടപെടാൻ തയ്യാറാകുന്നില്ല. ITU ബാങ്കിൽ നിക്ഷേപിച്ച മുഴുവൻ പേർക്കും നിക്ഷേപം തിരിച്ചു നൽകുക, ബാങ്ക് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ മുൻനിർത്തി BJP നടത്തുന്ന കള്ളക്കളി അവസാനിപ്പിക്കുക, ജനവിശ്വാസം നഷ്ടപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയതായി VA മനോജ് കുമാർ, അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ അറിയിച്ചു. യഥാർത്ഥത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂടുപടമണിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇടപെട്ടതിലൂടെ RBI ഇടപെട്ടതിലൂടെ നടത്തിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? കഴിഞ്ഞ 35 വർഷമായി ബാങ്കിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീ MP ജാക്സൺ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ ഭരണസമിതി, ആ ഭരണസമിതി നടത്തിയ ക്രമക്കേടുകൾക്കെതിരെ ഒരു അക്ഷരം പോലും ഒരു പരാതിയായി ഉന്നയിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ കൺമുമ്പിൽ തന്നെ മൂല്യമില്ലാത്ത മൂല്യമില്ലാത്ത വസ്തുവകകൾ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ പറ്റി ലോൺ കൊടുത്തതായി നമ്മുടെയൊക്കെ കൺമുമ്പിലുണ്ട്. ഇരിഞ്ഞാലക്കുട ഡാണാവിൽ പൂതംകുളത്ത് ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ളൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് ദൂരപരിധി പാലിക്കാതെ നിർമ്മാണം നടത്തി ഇതേ ചെയർമാൻ, അന്ന് ചെയർമാനായിരിക്കുന്ന കാലത്ത് നിയമവിരുദ്ധമായി കെട്ടിടത്തിന് നമ്പർ ഇടാൻ ശ്രമിച്ച സമയത്ത് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട രേഖകൾ വാങ്ങി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പോഴും നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. ആ കെട്ടിടത്തിന് എത്ര കോടി രൂപയാണ് ഈ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുള്ളത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം. 12 കോടി രൂപയാണ് ആ കെട്ടിടത്തിന് വായ്പയായി അനുവദിച്ചിട്ടുള്ളത്. ആ കെട്ടിടം വിറ്റാൽ ആ പണം കിട്ടുമോ? ഇരിങ്ങാലക്കുട ഡാണാവ് സെൻറ്ററിൽ വട്ടക്കുഴി പ്രിൻസ് ജ്വല്ലറി മുമ്പ് പ്രവർത്തിച്ചിരുന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഉടമ മരണപ്പെട്ടു പോയി. അവർക്ക് കൊടുത്ത ലോൺ സംഖ്യ തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? 29 കോടി രൂപയാണ് വട്ടക്കുഴി പ്രിൻസ് ജ്വല്ലറിക്ക് ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ലോൺ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 100 കണക്കിന് ലോണുകൾ, ബിനാമി ലോണുകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിൽ പിടിച്ചെടുത്ത ലക്ഷങ്ങൾ വില വരുന്ന ലഹരി മരുന്ന് ശേഖരം കത്തിച്ചു നശിപ്പിച്ചു. റൂറൽ ജില്ലാ പോലീസ് പരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത 18.307 കിലോ കഞ്ചാവും 203.18 ഗ്രാം മെത്താംഫെറ്റാമിനുമാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓട്ട് കമ്പനി തീച്ചൂളയിൽ കത്തിച്ചത്.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം ചെയർമാനായ ഡിസ്ട്രിക്ട് ഡ്രഗ്സ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമായിരുന്നു നടപടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം, ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റഫീഖ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷ് NS, പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, ജില്ലാ നർക്കോട്ടിക് സെൽ ASI ഷൈജു KS എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ ചെട്ടിപ്പറമ്പ് പ്രദേശത്തെ രൂക്ഷമായ ശുദ്ധജലക്ഷാമത്തിൽ പരാതിയുമായി വീട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ. 20ഓളം ദിവസമായി ഈ പ്രദേശത്തെ വീടുകളിലേക്കുള്ള ശുദ്ധജലം വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ടെന്നും അടിയന്തര നടപടി വേണമെന്നും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച മുതലാണ് ചെട്ടിപ്പറമ്പ് പ്രദേശം ഉൾപ്പെടുന്ന സോണിലേക്ക് ശുദ്ധജല വിതരണം നടത്തുന്നതെന്നും ജലവിതരണം ആരംഭിച്ച ശേഷം തടസ്സങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. രണ്ടാഴ്ചയിൽ ഇപ്പോൾ 20 ദിവസമായി എന്ന് പറയണത്. ചെട്ടിപ്പറമ്പ് അന്ന് വെള്ളത്തിനില്ല. ചെട്ടിപ്പറമ്പ് വെള്ളത്തിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ഈ റോഡ് സൈഡിലെ പണിക്ക് ശേഷം അപ്പോഴും വെള്ളം വന്നിരുന്നു. റോഡ് പണിയുടെ ഭാഗമായിട്ട് വെള്ളം കിട്ടുന്നു. ഇപ്പൊ 2 ആഴ്ചയായിട്ട് വെള്ളമില്ല, കിട്ടണില്ല. 3 ആഴ്ച വെള്ളം കിട്ടണില്ല. ഇവിടെ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൗൺസിലർമാർക്ക് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ലോ ലെവലിലോ ഹൈ ലെവലിലൊക്കെ വെള്ളം ഇടുന്നത് മെസ്സേജ് ഇടുകയും ചെയ്യും. ഞങ്ങൾക്ക് കിട്ടാത്ത ഏരിയ അപ്പോൾ തന്നെ നമ്മൾ ഇടുകയും ചെയ്യും. കാരണം അത്രയ്ക്കധികം നമുക്ക് ഫോണും സംവിധാനമുള്ളപ്പോൾ ആ രീതിയിൽ പോകുന്നത് ഇവിടെ ദിവസം വന്ന് എഴുതാലും. പക്ഷേ എന്നിരുന്നാലും നമ്മളിവിടെ വന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതി അറിയിക്കാറുണ്ട്. ഇവിടെ നമ്മൾ എത്രയോ പരാതി പുസ്തകത്തിൽ അറിയിക്കാറുണ്ട്. ഇവരെല്ലാവരും വന്ന് പറയാറുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവരൊക്കെ ഒരു നിവേദനം വന്നിവിടെ കൊടുക്കുകയും ചെയ്തു. ചെട്ടിപ്പറമ്പ് ഭാഗത്തുനിന്ന് പറയുന്നത്, ചെട്ടിപ്പറമ്പ് നമ്മുടെ PNS കോളേജിൻ്റെ വഴിയിലാണ് പറയുന്നത്. വെള്ളം തീർത്തില്ല. 10 ദിവസമായി വെള്ളം വന്നിട്ട് ഇവരാണെങ്കിൽ നോക്കിയിട്ട് കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇന്നലെ വരെ ആ ഗേൾസിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ഈ ഫയർഫോഴ്സിന് വെള്ളം എടുക്കാൻ വെച്ചുള്ള വാൽവിൽ കൂടെ വെള്ളം ഇന്നലെ ഉച്ച വരെ മൈതാനത്ത് വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം കിട്ടണം. ഞങ്ങളുടെ ചുമതല കൗൺസിലർമാർ എന്ന രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് കുടിവെള്ളം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കുടിവെള്ളം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കുടിവെള്ളം കിട്ടാം. ഈ ജൂലൈ മാസത്തിൽ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് നേരിട്ട് വന്ന് ഇതിനെ കാണാൻ വേണ്ടി വന്നതാ. ഇതൊരു സൂചന എന്ന രീതിയിലാണ് ഈ വീട്ടുകാരെ കൊണ്ട് അവർ വന്നത്. കാരണം അവരും കൂടി ഇതിൽ പങ്കാളികളാക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു സമരമാർഗമോ അങ്ങനെ രീതിയിലൊന്നും ആയിട്ടല്ല. ഇവരെ പ്രയാസം ഇവിടെ നേരിട്ട് അറിയിക്കുക. അപ്പോൾ അതിൽ കൗൺസിലറും കൂടി പങ്കെടുത്തിട്ട് നേരിട്ട് ഇതിൻ്റെ പരാതി ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇനി അത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ കുറച്ചും കൂടി ഇതുമായി ബന്ധപ്പെട്ട് വെള്ളം കിട്ടാത്ത കുറേ ഏരിയ ഉണ്ട്. ഇവിടെ ലൂണയുടെ അവിടെ വാർഡ് 19 ഈ പ്രശ്നം നിലനിൽക്കുന്നത്. ഇനി ഇപ്പോൾ മാപ്രാണം ഏരിയയിലേക്കാണ് വെള്ളം കൊടുക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിന് നാളെ രാവിലെയാണ് ഈ ഏരിയയിലേക്ക് പ്രശ്നബാധിതമായ സ്ഥലത്തേക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പണിക്കാരെ വിട്ടത്, അതായത് വെള്ളം ലൈവായിട്ട് നിൽക്കുന്ന സമയത്താണ് പണിക്കാരെ വിട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അന്നേരം നമ്മൾ അവർക്ക് വെള്ളം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇട്ട് മാറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പുറത്ത് വരാൻ പറ്റുള്ളൂ. അതെന്തായാലും ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തോളാം. ഇരിങ്ങാലക്കുട വിഷൻ ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് പൊറത്തിശ്ശേരി കോട്ടപ്പാടത്ത് നടന്ന മഡ് റേസ് മത്സരങ്ങളോടെ തുടക്കമായി. കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി കേരള ടീം അംഗവുമായിരുന്ന വിപിൻ തോമസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത മഡ് ഫുട്ബോൾ മത്സരത്തിൽ 5 സ്റ്റാർ ഇരിങ്ങാലക്കുടയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1 ഗോളിന് പരാജയപ്പെടുത്തി ഭാവി കലാസമിതി ഇരിങ്ങാലക്കുട ജേതാക്കളായി. മഡ് റേസിൽ 25 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ സംഗീത്, അജിത് എന്നിവരും 25 മുതൽ 45 വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിൽ ജിതിൻ, സലീഷ് എന്നിവരും 45 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ ഡെയ്സൺ, സുനിൽ എന്നിവരും 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. സമാപന സമ്മേളനത്തിൽ തൃശൂർ റേഞ്ച് ഇന്റേണൽ സെക്യൂരിറ്റി DYSP ബിജോയ് PR ക്യാഷ് അവാർഡുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. എയ്മർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അബിദ് അക്ബർ, മുനിസിപ്പൽ കൗൺസിലർമാരായ വിനീത, സിന്ധു, ഗിരീഷ് കുമാർ, MS ദാസൻ, കോർഡിനേറ്റർ KN സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു. ഷാജി മാസ്റ്റർ സ്വാഗതവും ഫെനി എബിൻ നന്ദിയും പറഞ്ഞു. എന്നാൽ ഈ ഒരു കാർഷിക മേഖലയുടെ ഉണർവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതും അതിന്റെ ഭാഗമായി ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
ഒപ്പം തന്നെ അതിൻ്റെ ഈ ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനം ഒരു ഫുട്ബോൾ മാച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതും വളരെ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ വിഷൻ ഇരിഞ്ഞാലക്കുട, ആ പേരിൽ തന്നെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വരാത്തത് നമ്മൾക്ക് കൃത്യമായി അതിനെപ്പറ്റി ഒരു വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്വന്തം നാടിനെ പറ്റി ഏറ്റവും മികച്ച രീതിയിൽ നാടും നമ്മുടെ ലെഗസിയും കാത്തു സൂക്ഷിക്കണമെന്നും വളരണമെന്നും ഒരു വിഷൻ ഉള്ള ഈ ഒരു കൂട്ടത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം തന്നെ തുടർന്നും ഇതുപോലെ കാർഷിക മേഖലയിലും കായിക മേഖലയിലും എല്ലാ മേഖലയിലും ഈ മിഷൻ ഇരിഞ്ഞാലക്കുടയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘാടകർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. വാശിയേറിയ മത്സരം ഇതാ മെസ്സിയെ പോലെ, നെയ്മറിനെ പോലെ, എംബാപ്പയെ പോലെ, റൊണാൾഡോയെ പോലെ. കാൽപന്ത് കളിയുടെ കാൽപ്പനിക സൗന്ദര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാൽപന്ത് കളിയുടെ കാൽപ്പനിക സൗന്ദര്യം ഇതാണ് കാൽപ്പനിക സൗന്ദര്യം. യുവകവി സതീഷ് മഠത്തിൽ എഴുതിയ പ്രണയസൂത്രം പുസ്തകം പ്രശസ്ത കവി സെബാസ്റ്റ്യൻ പ്രകാശനം ചെയ്തു. സംസ്കാര സാഹിതി നടത്തിയ ഏകദിന കലാ സാംസ്കാരിക ഉത്സവമായ അക്ഷരാംബരിയുടെ സമാപന സമ്മേളനത്തിൽ സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ആദ്യ പുസ്തകം സ്വീകരിച്ചു. കവയത്രി സിമിത KS പുസ്തക പരിചയം നിർവഹിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, VK ലക്ഷ്മണൻ നായർ, സുമിഷ KS, ഷാനു ജിതിൻ, സുവിൻ കൈപ്പമംഗലം എന്നിവർ പങ്കെടുത്തു. അരുൺ ഗാന്ധിഗ്രാം സ്വാഗതവും സതീഷ് മഠത്തിൽ നന്ദിയും പറഞ്ഞു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യകാരൻ രാജൻ നെല്ലായി കുട്ടികളുമായി സംവദിച്ചു. സൗഹൃദ പവർ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ AC സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ്, പ്രധാനാധ്യാപിക രജനിശ്രീ NS, കരിയർ ഗൈഡ് കോർഡിനേറ്റർ D ഹസിത, സൗഹൃദ ക്ലന്റ് കോർഡിനേറ്റർ VV ശ്രീല എന്നിവർ പ്രസംഗിച്ചു. രാമായണം കാലാതിവർത്തിയായ കാവ്യമാണെന്ന് ആധ്യാത്മിക പ്രഭാഷകനും പത്രപ്രവർത്തകനുമായ G വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. സോപാന സംഗീത കലാകാരിയായ ആശാ സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാമായണ പഠന കളരിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധ്യാത്മിക കൃതി എന്നതിന് അപ്പുറത്ത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് രാമായണം കടന്നുപോകുന്നത്. ആശാ സുരേഷ്, രഞ്ജിത്ത്, വസന്തൻ എന്നിവർ പങ്കെടുത്തു. ജനപദ സഹസ്രങ്ങളെയും മറികടന്നുകൊണ്ട് രാമായണം പോലുള്ളൊരു ഇതിഹാസം ഇന്നും അപൂർവമായി സൂക്ഷിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതിഹാസ കൃതിയാണ്. ഒന്നല്ല, 10 അല്ല, എണ്ണിയെടുത്താൽ 272 കഥാപാത്രങ്ങളാണ്. 272 കഥാപാത്രങ്ങളെ കൃത്യമായി കൊണ്ടുകൊണ്ടാണ് വാൽമീകി. മാത്രമല്ല, അതിനകത്ത് ചോദിക്കുന്നുണ്ട് രാത്രിയും രാമായണം വായിക്കാൻ. പല അംശങ്ങളാണ്. ഈ രാമായണം എഴുതിയത് അർദ്ധരാത്രിയിലാണ്. രാമായണം വാൽമീകി എഴുതി തുടങ്ങിയത് അർദ്ധരാത്രിയിലാണ്. കാരണം എന്താ? 2 കിളികളെ കൊന്നതിൻ്റെ ഒരു ദുഃഖത്തിൽ ഇതിനകത്ത് 2 തുറക്കം കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ടാണ് രാത്രി എഴുതിയിട്ട് യോഗസ്ഥ സ്വഭാശ്ലോകത്തോടെ പഞ്ചങ്ങളിലെ പഴമയുടെ നീതി വീഴ്ത്തിയതിൽ ആദ്യ കവിയുടെ കൂടിയിൽ നിന്ന് ആദ്യകാര്യം. അതുകൊണ്ട് അവിടെ ശ്ലോകാശ്ലോകത്വമാകുക. ശ്ലോകത്തിൽ നിന്ന് ശ്ലോകമാണ് നമുക്കുണ്ടായത്. അതിൽ നിന്ന് ഒരു ശ്ലോകത്തിലൊരു ശ്ലോകമുണ്ടാകുന്നു. ശ്ലോകം അറിയാതെ മനുഷ്യാതെ മനുഷ്യാശാസ്ത്രീ സമൂഹ കൗശലിനാദേഹ പൗരീക പറഞ്ഞിട്ട് ഇദ്ദേഹം പാതിരാത്രിയിൽ നിന്ന് എന്നൊരു
രാമായണം ആ കഥ തന്നെ വലിയ വാൽമീകിയുടെ കഥ നമുക്കെല്ലാം അറിയാം. എങ്ങനെയാണ് വാൽമീകി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാണ് ആദ്യത്തെ ദിവസത്തെ പാരായണത്തിൻ്റെ ഭാഗം കഴിഞ്ഞല്ലോ. അപ്പോൾ വാൽമീകിയുടെ കഥ തന്നെ നമുക്കറിയാം. എന്താ ടെക്നോളജി കാട്ടാണ്, അയാളെ കാട്ടിൽ ജീവിക്കുന്നു, ഈ സമയത്ത് ജീവിക്കുന്നു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.